നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ്, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഞാൻ നേരം വൈകിയതല്ല കേട്ടോ, നിങ്ങൾ നേരത്തെ വന്നതാ. എന്തായാലും എല്ലാവർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. സന്തോഷവും ദുഃഖവും നാട്ടിൽ മാത്രമല്ല കാട്ടിലും ഉണ്ടെന്ന് അറിയിക്കാൻ ഒരുങ്ങി നിൽക്കാൻ നമ്മുടെ കൂട്ടുകാർ. പോകാൻ അവരുടെ അടുത്തേക്ക്, കാട്ടിലെ കൂട്ടുകാർ. എന്റെ മോട്ടു, ഞാൻ ആകെ കൺഫ്യൂഷനിലാ. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു നാളായി നിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു കണിക പോലും ഇല്ലല്ലോ. എന്തു പറയാനാ മോട്ടു, വീട്ടിലെ അവസ്ഥ നിനക്കും അറിയാലോ. 2 ദിവസമായി മുഴുവൻ പട്ടിണിയിലാ. പേലി, നീ എന്തായി പറയുന്നത്? 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നോ? നീ എന്താ ഇക്കാര്യം എന്നോട് പറയാതിരുന്നത്? ഇതിനു മുമ്പും എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴൊക്കെ നീയല്ലേ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. എത്ര കാലം എന്ന് വെച്ചാ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ. ദേ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. പട്ടിണി ഇടുന്ന് ചാവുകയാണെങ്കിൽ അങ്ങ് ചാകട്ടെ. പേലി, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ നിന്റെ സുഹൃത്തല്ലേ. സുഖവും ദുഃഖവും പരസ്പരം ഷെയർ ചെയ്യാൻ നീ മടി കാണിക്കരുത്. മോട്ടു, ഞാൻ പലപ്പോഴും നിന്നിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പലരിൽ നിന്നും. അതുകൊണ്ടെല്ലാം അനുദിന ചെലവുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് ആവശ്യം ഒരു സ്ഥിര വരുമാനമാണ്. അതിനെന്താ ഒരു മാർഗം? നമുക്ക് ഒരു പാർട്ട് ടൈം ജോലി അന്വേഷിച്ചാലോ? ഓ മോട്ടു, ഞാനൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ ഒന്നും തരപ്പെടുന്നില്ല. സ്കൂളിൽ പഠിക്കുന്നവർക്ക് ആരാ ജോലി തരിക? ജോലി ലഭിക്കുന്നില്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. ബിസിനസ്സോ? എന്ത് ബിസിനസ്? എന്തെങ്കിലും ബിസിനസ്. ഒന്നും നടക്കില്ല മോട്ടു. എന്റെ പേലി, ഒരു ദിവസം ഈ ലോകത്ത് എത്ര കോടി രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ഇല്ല, നീ ഒന്ന് പറഞ്ഞേ. നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും എനിക്കതിന്റെ ഉത്തരം അറിയാമെന്ന്. ദേവിയിലി, എനിക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഏതൊരാൾക്കും കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരിടം ഈ കുറിഞ്ഞി മലയിലുണ്ട്. അതെന്താണെന്ന് നീ ആലോചിച്ച് കണ്ടെത്ത്. ഓ, അതിന് മുടക്കാൻ പണം വേണ്ടേ? ദേവിയിലി, ഇതാണ് നിന്റെ പ്രശ്നം. ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുൻപേ നീ തോക്കിൽ കയറി വെടിവെക്കരുത്. നിനക്ക് ബിസിനസ് ആരംഭിക്കാനുള്ള പണം ഈ ഞാൻ കണ്ടെത്തും. നീ ആദ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കച്ചവടം കണ്ടെത്ത്. ഇന്ന് രാത്രി തന്നെ ഞാൻ ആലോചിച്ച് കണ്ടെത്തും. ആ ശരി, എന്നാൽ നാളെ കാണാം. ഓ അയ്യോ പീലി, ഒന്ന് നിന്നേ. വിശന്നിരുന്ന് ആലോചിച്ചാലേ ഒരു ഐഡിയയും കിട്ടില്ല. ഇതുകൊണ്ടേ എന്തെങ്കിലും വാങ്ങി കഴിച്ച് വയറ് നിറയ്ക്ക്. അപ്പോ വലിയ വലിയ ഐഡിയകൾ താനേ വരും. മോട്ടു, മടുത്തു. നമ്മള് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാലേ വെറും 20 ലൈക്ക് 30 ലൈക്ക്. ദേ നോക്കിയേ, ഇവരിടുന്ന ഒരു പോസ്റ്റിനെ 10,000 ലൈക്ക്. കണ്ടോ? ഇവനെ കിട്ടില്ല, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. അതുകൊണ്ടാണ് ഇത്രയും ലൈക്ക് കിട്ടണത്. ഇത്രയും ലൈക്ക് കിട്ടാൻ എന്തൊരു വഴി? നോക്കിക്കോ, ഫേസ്ബുക്കിൽ ഞാനൊരു കിടിലം പോസ്റ്റ് ഇടും, ലൈക്കുകൾ വാരി കൂട്ടും. പിന്നെ വെറുതെ ഈ കോളേജ് സ്റ്റെപ്പിലിരുന്ന് പുളു പഠിക്കാതെ ചെയ്ത് കാണിക്കേണ്ട സുഹൃത്തെ. ഒരു മാസത്തിനകത്ത് ഞാനത് ചെയ്തിരിക്കും. എന്നാലേ ദേ ഈ കുറിഞ്ഞിമലയിലൂടെ കാക്ക മലർന്ന് നടക്കും. ഈ കപിലാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. ഫേസ്ബുക്ക് എന്ന മഹാസാമ്രാജ്യത്തിൽ ഞാനൊരു കളി കളിക്കാൻ തുടങ്ങുന്നു.
ശേഷം ഫേസ്ബുക്കിൽ കാണാം. കുറിഞ്ഞുമലയിൽ അവിടെ ഉണ്ണിയാച്ചി. പോക്ക് കണ്ടില്ലേ? ഛേ, ഈ ചിത്രമൊക്കെ ഫേസ്ബുക്കിലിട്ടാൽ ആര് ലൈക്ക് അടിക്കാനാ? പപ്പീസിനോടും ഗംഭീരനോടും വെറുതെ വെല്ലുവിളിയും നടത്തി. ഒരു രക്ഷയുമില്ലല്ലോ എൻ്റെ ദൈവമേ. ഇനിയിപ്പോൾ 28, 29, 30, 31 ഇനി 4 ദിവസം കൂടി. അതിനുള്ളിൽ ലൈക്കുകൾ വാരിക്കൂട്ടാൻ പറ്റുന്നൊരു പോസ്റ്റ് എനിക്ക് എങ്ങനെ ഇടാൻ പറ്റുമോ ആവോ. ഓ എന്താ എന്താ കപിലെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ആര്? ഞാനോ? അത് നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഞാനും കേട്ടിരുന്നു. എന്ത് പോസ്റ്റ് എന്ന കാര്യമാ നീ പറഞ്ഞോണ്ടിരുന്നത്? എന്റെ മോട്ടോ ഫേസ്ബുക്കിൽ ഒരുപാട് ലൈക്കുകൾ വാരിക്കൂട്ടുന്നൊരു പോസ്റ്റ് എനിക്ക് ഉടനെ വേണം. ലൈക്കുകൾ വാരിക്കൂട്ടുന്ന പോസ്റ്റോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നീ കാര്യം എന്താണെന്ന് വ്യക്തമായി പറയണ്ട കപിലെ. എന്റെ മോട്ടു, ഒരു മാസം മുമ്പ് പപ്പീസിന്റെയും ഗംഭീറിന്റെയും അടുത്ത് ഞാനൊരു ബറ്റ് വെച്ചു. എന്ത് പറ്റ്? ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് ലൈക്കുകൾ വാരിക്കൂട്ടുമെന്ന്. പക്ഷേ ഈ ഒരു മാസത്തിനുള്ളിൽ ഞാനിട്ട പോസ്റ്റുകളെല്ലാം 8 നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായിച്ചാളിയായി. പ്രശ്നം FB-യിൽ ഇടാൻ പറ്റുന്ന ഒന്നാത്ര ഒരു പോസ്റ്റിനുള്ള വിഷയം ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ വാ വേഗം. ദാ മഴ വരുന്നു, ഒന്ന് വേഗം നടക്ക്. മഴ പെയ്താ ഒരു ജലദോഷം പിടിക്കും നിനക്ക്. വരൂ വരൂ വരൂ, കടന്നു വരൂ കടന്നു വരൂ. നല്ല ഒന്നാം തരം മാമ്പഴം, ആപ്പിൾ, മുന്തിരി, പേരയ്ക്ക, വിഷം തെളിക്കാത്ത, കല്ല് വെച്ച് പഴുപ്പിക്കാത്ത നല്ല ഒന്നാം തരം മാമ്പഴം. കടന്നു വരൂ കടന്നു വരൂ. മാമ്പഴത്തിന് എന്താ വില? വില തുച്ഛം, ഗുണം മെച്ചം. ഒരു കവർ മാമ്പഴത്തിന് 50 രൂപ. 50 രൂപയോ? ലംബോ സാറേ, ദാ ഒരു കഷ്ണം തിന്നു നോക്ക്. എന്താ രുചി, എന്താ മധുരം. എന്നാലൊരു മാമ്പഴം കാണിച്ചോട്ടെ, ഞാൻ നോക്കട്ടെ. അയ്യോ, ഭയങ്കര പുളിമണമാണല്ലോ. സാറേ, ഇളം പുളി, കടും മധുരം, കൽക്കണ്ടം പോലുള്ള ഒന്നാന്തരം കലാപാടി മാമ്പഴമാണിത്. എങ്കിൽ ഒരു കവർ എനിക്ക് ഓ ദാ. നീ ഇത്രയ്ക്ക് വാചകം പിടിച്ചാല് നല്ലതല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും കേട്ടോ. ജീവിക്കാൻ വേണ്ടിയാണ് ഈ കച്ചവടം സാറേ. അല്ല, നിന്റെ തോളിൽ കിടക്കുന്നത് സ്കൂൾ ബാഗല്ല? അതെ സാറേ, ക്ലാസ് കഴിഞ്ഞ് വന്നാ ഞാൻ കച്ചവടം തുടങ്ങുന്നത്. ഓഹോ, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസം നിർവഹിക്കുക. ഏതൊരു വിദ്യാർത്ഥിക്കും അനുകരിക്കാവുന്ന മാതൃകയാണ് പീലി ഇവിടെ കാണിച്ചു തരുന്നത്. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കവർ മാമ്പഴം കൂടി എനിക്ക് വേണം. അതിനുള്ള പണം ഇപ്പൊ തരാം. വലിയ സന്തോഷം സാറേ. എവിടെ ചേഞ്ച് ഇല്ലായിരിക്കും. എടുത്തു കാശ് വാങ്ങുന്ന പോട്ടെ, നന്നായിരിക്കും. താങ്ക് യു സാർ. അങ്ങനെ എന്നാ ഞാൻ പൊക്കോട്ടെ. ഓക്കെ ശരി സാറേ, വീണ്ടും വരണം കേട്ടോ. വരട്ടെ. ആ വരൂ വരൂ വരൂ, കടന്നു വരൂ. നല്ല തേൻ പോലുള്ള മാമ്പഴം, വില തുച്ഛം, ഗുണം മെച്ചം. ഇങ്ങനെ ഉറക്കിയൊന്നും വിളിച്ചുകൊണ്ട. ഈ കപില് മാമ്പഴം വാങ്ങാൻ വന്നവനല്ല. ഓഹോ, പിന്നെ എന്തിനാ വന്നിരിക്കുന്നേ? നിന്നെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനാ ഈ വരവ്. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? ആ, അതൊക്കെ ഭാവിയിൽ അറിയാം. മോട്ടോ, എന്തോ? ഇതൊക്കെ മതി. ഇതിൽ നല്ല ഫോട്ടോസ് നോക്കി ഞാൻ പോസ്റ്റ് ചെയ്തോളാം കേട്ടോ. കൊള്ളാം കൊള്ളാം, അടിപൊളി. ഞാൻ പോയിക്കോട്ടെ. ബൈ. ഓ അയ്യോ, വെറുതെ പോയ പോരല്ലോ. പിന്നെ എനിക്ക് കൂടി ഒരു കവർ തരും പീലി. ആ, അതൊരു നല്ല കാര്യം. ഇതാ. ഇതാ. താങ്ക് യു. ബൈ. അപ്പൊ കാണാം കേട്ടോ. കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. നല്ല ഒന്നാം തരം മാമ്പഴം, ആപ്പിള്, മുന്തിരി, പേരയ്ക്ക, വില തുച്ഛം, ഗുണം മെച്ചം. കടന്നു വരൂ കടന്നു വരൂ. സ്റ്റോക്ക് തീരാറായി. ഗംഭീര ഇത് കണ്ടോ? നോക്ക് നോക്ക്. കണ്ടോ? ഇത് കപിലിട്ടിരിക്കുന്ന പോസ്റ്റല്ലേ ഇത്? അതേന്ന് അവൻ പണി പറ്റിച്ചുട്ടാ. ഗംഭീരെ, ആ പോസ്റ്റിന്റെ ലൈക്കും ഷെയറും ഒന്ന് നോക്കിക്കേ. ശരിയാണല്ലേ, 5000 ലൈക്കും 1000 കമന്റ് 3000 ഷെയറും. അവനിത് എങ്ങനെ സംഘടിപ്പിച്ചു? എന്തായാലും ശരി, ഞാൻ ഈ പോസ്റ്റ് വായിച്ചോട്ടെ. എന്നാൽ ഉറക്കെ വായിക്ക്, ഞാനും കേൾക്കട്ടെ. വേലിയിൽ വിളയുന്ന വിദ്യാഭ്യാസം. ക്യാപ്ഷൻ കിട്ടുവേണ്ടട്ടാ. അത് കാലേക്ക് പറയ്. വനമൈത്രി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരി പീരി കുറിഞ്ഞിമലയിലെ പുതിയ കച്ചവടം ആരംഭിച്ചു. പഠനത്തിനും വീട്ടു ചെലവുകൾക്കും പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പീരി കച്ചവടം ആരംഭിച്ചത്.
ചന്തേന്ന് പച്ചമാങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പഴുപ്പിച്ച് പഴുത്ത മാമ്പഴമാക്കിയാണ് കച്ചവടം ചെയ്യുന്നത്. യാതൊരുവിധ മായവും ചേർക്കാതെ വൈക്കോലിൽ വെച്ച് മാങ്ങ പഴുപ്പിച്ചെടുത്താണ് പീലി കച്ചവടം നടത്തുന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിരുന്ന പീലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ അവളുടെ കൂട്ടുകാരി മോട്ടുവാണ് പുതിയ കച്ചവടം തുടങ്ങാനുള്ള പണം കൊടുത്ത് പീലിയെ സഹായിച്ചത്. കച്ചവടം ചെയ്ത് പഠനാവശ്യത്തിന് പണം കണ്ടെത്തുവാനുള്ള പീലിയുടെ തീരുമാനം അഭിനന്ദനാർഹമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേറിട്ട വഴിയിലൂടെ പഠനത്തിനും ജീവിക്കാനുമുള്ള പണം കണ്ടെത്തുന്ന പീലിക്കാവട്ടെ നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമന്റും. ഗംഭീരെ കപില് കലക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പീലി മാങ്ങ വിൽക്കുന്നതിന്റെ പടം സൂപ്പർ. ഏതായാലും ഈ പോസ്റ്റ് ഞാനും ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നേ. മോട്ടോ ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ നീ എന്റെ മാനമാ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? പറഞ്ഞു തീർന്നില്ലേ? കപിലല്ലേ? ശരിയാണല്ലോ. കണ്ടോ കണ്ടോ? വാ 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 കപിലെ, ഈ തകർത്ത് കളഞ്ഞിട്ട് അതെ, പീലിയെ കുറിച്ചുള്ള നിന്റെ പോസ്റ്റ് സൂപ്പർ. ഗംഭീരെ സംഗതി സൂപ്പർ. ഗംഭീറിന് എവിടെ നിന്നാ ഈ ഒരു ആശയം കിട്ടിയത്? അതാ ഈ മോട്ടുവാണ് ഒരാഴ്ചയായി പീലി അവിടെ കച്ചവടം ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞു. ഈ ഒരു പോസ്റ്റിന് പിന്നിലെ കഥയും തിരക്കഥയും ഈ മോട്ടുവിൻ്റെതാ. ഒരാഴ്ചയായി പീലി കച്ചവടം തുടങ്ങിയിട്ട്. കപില് പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കാര്യങ്ങൾ ഇത്ര ഉഷാറായത്. ഈ ഒരു പോസ്റ്റ് നിമിത്തം പീലിക്കിപ്പോ ഒത്തിരി സഹായങ്ങള് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഞാനും ഒരു കാര്യം പഠിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അവിടെ നമ്മൾ എന്തുയർത്തിക്കാട്ടുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ നന്മയുടെ പക്ഷത്താണെങ്കിൽ അതുവഴി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. ഇന്ന് മുതൽ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങള് ഞങ്ങൾ ഉപയോഗിക്കും. അതിനു വേണ്ടിയാണ് ഇനി ഞങ്ങളുടെ ശ്രമം. വെരി ഗുഡ്. നല്ല മധുരമുള്ള മാമ്പഴം, തേൻ പോലെ മധുരമുള്ള മാമ്പഴം. ഒത്തിരി സഹായങ്ങളൊക്കെ കിട്ടിയെന്നറിഞ്ഞു. എന്നിട്ട് പീലി ഇപ്പോഴും കച്ചവടം ചെയ്യണ്ട. ഓ ഗംഭീരെ, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം വരെ ഞാൻ തൊഴിലെടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണോട്ടോ. എന്താ അതുണ്ടാവില്ലേ? അല്ലാണ്ട് എന്നാലേ ഞാനൊരു സെൽഫി എടുത്തോട്ടെ. സെൽഫി ഒക്കെ എടുത്തോളൂ, പക്ഷേ ഇനി ആരെയും വെല്ലുവിളിക്കാൻ നിൽക്കരുത്. ഇവിടെ അങ്ങനെ എല്ലാരും ചിരിച്ചേ. അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നല്ല തീരുമാനത്തോടെയാകാൻ വചനം കൂടിയേ തീരൂ. അതിനായി ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. അങ്കിൾ എന്താടാ? അങ്കിൾ ഞാന് ടിട്ടുവിനോട് മിണ്ടൂല. ടിട്ടുവിനോട് മിണ്ടൂലാന്ന്? ടിട്ടു ഇവന്റെ സൗഹൃദനാണ്. എന്താ നിങ്ങൾ തമ്മിൽ എന്താ വഴക്കിട്ടെ? ഞാൻ കൂട്ടുപാടില്ല. എടാ, നീ നല്ല കുഞ്ഞായിട്ടാണ് ഞങ്ങളെല്ലാം കരുതിയിരിക്കുന്നേ. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിടുന്ന എന്തിനാ? അവൻ എന്നോട് കണ്ടില്ല. ഓ, അവനാണോ പറഞ്ഞത്? അതെ, ഞാനും കണ്ടില്ല. ഓ, അത് ശരി. ഓക്കെ. അപ്പം നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ വഴക്കൊക്കെ ഇടുന്നത് ശരിയാണോ? ചില വീട്ടിലൊക്കെ ഉണ്ട്, സഹോദരന്മാരാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഇടും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? ആണോ? നീ പറ, ആണോ? അല്ല. പിന്നെന്തിനാ ഇത് അറിഞ്ഞിട്ട് നീ വഴക്കിടുന്നത്? ഭൂമിയിലെ ആദ്യത്തെ സഹോദരന്മാരുടെ പേരറിയാമോ? ഭൂമിയിൽ ആദ്യത്തെ സഹോദരന്മാർ, ആദ്യത്തെ പിതാവിൻ്റെ പേരെന്താ? ഓക്കെ. അപ്പോൾ അവർക്കുണ്ടായ മക്കളുടെ പേരെന്തൊക്കെയാ? എന്താ? കായിനും ഹാബേലും. വളരെ ശരിയാണ്. ഭൂമിയിലെ ആദ്യത്തെ സഹോദരന്മാരാണ് അവർ. ഈ കായിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്തായിരുന്നു? കൃഷിപ്പണി. കൃഷിപ്പണിയാണ് അല്ലേ?
താൻ കൃഷിയൊക്കെ ചെയ്യും, ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നാണ് താൻ ജീവിച്ചിരുന്നത്. എന്നാൽ ഹാബേലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്താണ്? ആടുകളെ മേയ്ക്കുന്ന ജോലി. ഇടയൻ അല്ലേ? ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. ഇവർ രണ്ടുപേരും ആ പിതാക്കന്മാരുടെ കൂടെ ഇങ്ങനെ ജീവിച്ചു. ഒരു ദിവസം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ദൈവത്തിന് വഴിപാട് നൽകുവാനായിട്ട് വന്നു. അപ്പോൾ കായിൻ വഴിപാട് നൽകിയത് തൻ്റെ കൃഷിയിടത്തിൽ നിന്നാണ്, കൃഷി സാധനങ്ങളാണ് വഴിപാടായിട്ട് നൽകിയത്. എന്നാൽ ഹാബേലാകട്ടെ വഴിപാട് നൽകിയത് ഒരാട്ടിൻകുട്ടിയെ ആയിരുന്നു. ദൈവം പ്രസാദിച്ചത് ഹാബേലിലും ഹാബേലിൻ്റെ വഴിപാടിലും ആയിരുന്നു. കായിൻ്റെ വഴിപാടിൽ ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അതാണ് വിഷമമായില്ല. അവന് വിഷമമായി എന്ന് മാത്രമല്ല, തൻ്റെ സഹോദരനോട് വളരെ കോപം ജ്വലിക്കുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരെ, ദൈവം പ്രസാദിച്ചത് ഹാബേലിലും ഹാബേലിൻ്റെ വഴിപാടിലുമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹാബേലിന് വഴി എന്ന് പറഞ്ഞാൽ ഹാബേലിൻ്റെ നല്ല മനോഭാവത്തെ ദൈവം കണ്ടു. കൊടുക്കുന്ന ആളുടെ ഹൃദയം ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ ഹൃദയം നോക്കുന്ന ഒരാളുണ്ട്. ആരാത്? ദൈവം. അപ്പം ഈ ഇളയ സഹോദരന് ഈ അനുഗ്രഹം കിട്ടിയപ്പോൾ, ദൈവം പ്രസാദിച്ചത് കണ്ടപ്പോൾ ജ്യേഷ്ഠന് ഒട്ടും ഇഷ്ടമായില്ല. അന്നു മുതൽ അവനൊരവസരം നോക്കിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ സഹോദരനെ ദൂരോട്ട് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ തമ്മിൽ വഴക്കാരംഭിച്ചു. ആ വഴക്കിൽ ഈ സഹോദരൻ തൻ്റെ അനിയനെ കൊന്നുകളഞ്ഞു. നോക്കിയേ, തൻ്റെ പക അസൂയ പകയായി ആ പക മരണത്തിൽ കലാശിച്ചു. എത്രയോ വലിയ തെറ്റാ അവർ ചെയ്തതല്ലേ? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നോക്കി അസൂയപ്പെടുന്നവരാണോ? അവരോട് ശത്രുതയോടുകൂടെ പെരുമാറുന്ന ആളുകളാണോ നമ്മൾ? നമുക്കൊരിക്കലും ദൈവത്തിൽ നമ്മിൽ പ്രസാദിക്കുവാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മ മനസ്സിലാക്കി അതിൽ സന്തോഷിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യത്തെ സഹോദരന്മാർ അവർ തമ്മിൽ വഴക്കുണ്ടായി. എന്താ കാരണം? ഒരാൾക്ക് ലഭിച്ച നന്മ മറ്റൊരാൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. ഉടനെ ദൈവം പറഞ്ഞു, കായിനെ വിളിച്ചു, കായിനെ, നീ എന്താ ചെയ്തത്? നിൻ്റെ സഹോദരൻ എവിടെയാണ്? ഉടനെ കായിൻ ദൈവത്തോടും ദേഷ്യപ്പെട്ടു, ഞാൻ എന്താ സഹോദരൻ്റെ കാവൽക്കാരനാണോ? പക്ഷേ ഉണ്ടല്ലോ, കായിൻ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം വിട്ട് ദൂരദേശത്ത് പോകേണ്ടതായിട്ട് വന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹവാനായ ദൈവത്തിൽ നിന്നാണ് നാം അകന്ന് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അസൂയ, പക, പിണക്കം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇതൊന്നും വരുവാനായിട്ട് പാടില്ല. നന്മയാൽ തിന്മയെ ജയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രമാണം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എന്താ ടിങ്കു? എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ എൻ്റെ സാറിനോട് ഞാൻ ഒരിക്കലും ഇനി ഇണങ്ങില്ല. ഓക്കെ, ടിങ്കു നല്ലൊരു തീരുമാനം എടുത്തു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സഹോദരന്മാർ, നിങ്ങളുടെ കൂടപ്പിറപ്പ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ കഴിവുകൾ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യണം. അവരെ സ്നേഹിക്കണം. അവരുടെ കൂടെ നിന്ന് അവരോട് ഒപ്പം നിന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവം അതിനായി സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ഓരോ കാഴ്ചയും ചിന്തയും നിങ്ങൾക്ക് എന്ത് തരുമെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മറക്കാതെ എഴുതുക. കത്തുകളയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പിരിയാം. ടാറ്റാ, ബൈ ബൈ.